ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ കോഴിക്കോട് എത്തി. കോഴിക്കോട് നമ്മൾ നേരെ പോയത്, ഒരു ഓട്ടോയിൽ നിന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ്. നമ്മുടെ പ്ലാൻ കോഴിക്കോട് 1-2 സ്ഥലങ്ങളുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോകണം. പിന്നെ നമുക്ക് മിൽക്ക് സർബത്ത് കുടിക്കണം, പിന്നെ പാരഗണിൽ ഒരു ബിരിയാണി കഴിക്കണം. ഇതാണ് പ്ലാൻ. രാവിലെ കോഴിക്കോട് ബീച്ചെത്തി. കുറേ ആളുകളുണ്ട്, വ്യായാമം ചെയ്യാൻ വന്നവർ, വാക്കിങ്ങിന് വന്നവർ, പിന്നെ കുറച്ച് കച്ചവടം പരിപാടിയായിട്ട് വന്നവർ, പിന്നെ കുറച്ച് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ബീച്ചായിട്ട് ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി ഒരു കുറച്ച് ദൂരം നടന്നു. അപ്പോൾ ദൂരെ ഒരു ബോട്ടിൽ മീനെന്തോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ നല്ല പയ്യന്മാർ അവിടെ നിന്ന് എന്തോ കാഴ്ച കാണുന്നു. അവിടെ നേരെ പിടിച്ചു. നമുക്ക് പോകേണ്ടത് ഒരു ഫേമസ് തെരുവിലോട്ടാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിഠായി തെരുവ് എന്ന് പറയും. ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ കുറേ ഷോപ്പിംഗ് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഓട്ടോ പിടിച്ചു നേരെ മിഠായി തെരുവിലെത്തി. ഇതാണ് എൻട്രൻസ്. എന്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ 2 സൈഡിലായിട്ടും കുറേ ഷോപ്സ് ഉണ്ട്. ഇവിടെ എൻട്രൻസ്, അവിടെ എക്സിറ്റ്, അങ്ങനെയാണ് കേട്ടോ. നമുക്ക് മിഠായി തെരുവ് കണ്ടു വരാം. കോഴിക്കോട്ടേക്ക് ഷോപ്പിങ്ങിനായിട്ട് എത്തുന്നവർക്ക് ഇതൊരു കറക്റ്റ് പ്ലേസാണ്. കാരണം എല്ലാ ഷോപ്പുകളും ഒരു കുടക്കീഴിൽ. അപ്പോൾ നമുക്ക് എന്തും ബാർഗിൻ ചെയ്ത് വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിരവധി കടകളുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ട്രെൻഡുകൾ, എല്ലാ ട്രെൻഡുകളിലുള്ള ഡ്രസ്സുകളും ഫുഡുകളും. കോഴിക്കോട് അലുവയുടെ നിറയെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞാൽ ആ ട്രെൻഡ് അപ്പോൾ വരുന്നത് കോഴിക്കോടേക്കാണ്. ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ തന്നെ ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളും നല്ല വെറൈറ്റി ഡ്രസ്സുകളും ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ ഫുഡ് വെയർ, പിന്നെ ഗേൾസിനുള്ളതും ലേഡീസിനുള്ളതായിട്ടുള്ള ചുരിദാർ, അങ്ങനത്തെ സെറ്റപ്പുകളെല്ലാം ഇവിടെ കിട്ടും. മിഠായി തെരുവിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ബുക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളവിടെ കല്ലിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഫ്രണ്ടിലോട്ട് ഇരിക്കാനൊക്കെ സ്പേസ് ഒക്കെ. അതിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, നമുക്ക് മൈതാനത്തിലേക്ക് പോകാനും ബാലഞ്ചേട്ടൻ്റെ മിൽക്ക് സർബത്ത് കടയിലേക്ക് പോകാനൊക്കെയുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകണം, മിൽക്ക് സർബത്ത് കുടിക്കണം, പിന്നെ പാരഗണിൽ ബിരിയാണി കഴിക്കണം. ഇവിടെ നേരെ വയനാട്ടിലേക്ക് പോകണം. ഇതാണ് പ്ലാൻ. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മിൽക്ക് സർബത്തിൻ്റെ ബാലഞ്ചേട്ടൻ്റെ കടയിലേക്ക് എത്താൻ. ഇപ്പോൾ 2 കടയായി, 2 അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ അവിടെ ചെന്നു ഒരു നോർമൽ മിൽക്ക് സർബത്ത് ഓർഡർ ചെയ്തു. നമ്മുടെ സ്പെഷ്യൽ പാഴ്സൽ മിൽക്ക് സർബത്ത് കുടിച്ചു കഴിഞ്ഞു. പാരഗണിൽ നിന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് അതൊന്നും സമയം കിട്ടിയില്ല. കോഴിക്കോട് നമ്മുടെ ഏകദേശം കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നിന്ന് ഉച്ചയ്ക്കാണ് ബസ്. അവിടെ നേരെ സുൽത്താൻ ബത്തേരി, അവിടെ നിന്ന് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് പോകും. അവിടെയാണ് ബാക്കി കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ചുരത്തിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഏകദേശം നമ്മൾ വൈകുന്നേരമായി വയനാട്ടിലേക്ക് എത്തിയപ്പോൾ. വയനാട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. ബത്തേരിയിലെത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. അതിൻ്റെ സ്റ്റേയിൽ ഒരു വെറൈറ്റി ഉണ്ട്, കാണിച്ചു തരാം. വണ്ടി എത്തി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. അതാണ് എൻ്റെ സസ്പെൻസ്. സുൽത്താൻ ബത്തേരിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ബെസ്റ്റോറൻറ്റ് ഹോട്ടലാണ്. കാര്യം ഒരു ബസ് അവർ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഫുഡ് 24/7 അവൈലബിൾ ആണ്. അപ്പോൾ നൈറ്റ് ആയാലും മോർണിംഗിൽ എത്തുന്നവർക്കും ഫുഡ് ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ്. നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം സുൽത്താൻ ബത്തേരിയിൽ KSRTC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെൽട്ടറാണ്. നമുക്കിവിടെ താമസിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-20 മീറ്റർ അടുത്ത് തന്നെയാണ് ഈ റൂം സർവീസ് ഉള്ളത്. ഇതാണ് ബുക്കിംഗ് ഓഫീസ്. നമുക്ക് ആദ്യം ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വിവരണം അവിടുത്തെ ആൾക്കാർ തന്നിട്ടുണ്ടായിരുന്നു. ഡോർമെട്രിയുടെ ചാർജ് ഒരാൾക്ക് 120 രൂപയാണ്. 2 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. മറ്റേ ബസ്സിൽ തരുന്ന പോലത്തെ ടിക്കറ്റ് തന്നെയാണ് തന്നേക്കുന്നത്. ആ പ്രിൻ്റ് ചെയ്ത് ആ മോഡൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം, റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. AC ആണ് ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ AC ആണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, കഴിവതും നിശബ്ദത പാലിക്കുക. പിന്നെ വാട്ടർ ഇതൊക്കെ ഉണ്ട്, നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇവിടെ സോക്കറ്റുകളും ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ, വേസ്റ്റ് ബിൻ എല്ലാം അവിടെ ഉണ്ട്. 1, 2 എല്ലാ ഡോർമെട്രി ബെഡിനും താഴെ 2 ലോക്കർ റൂമുണ്ട്. നമുക്ക് നമ്മുടെ ബാഗുകളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പൂട്ടി വയ്ക്കാം, സേഫായിട്ട് അവിടെ ഇരിക്കും. രാവിലെ 9 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. 5:30 എൻ്റർ ചെയ്തിട്ട് 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. ബെഡെല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. കർട്ടനൊക്കെ കൊള്ളാം, ഒരു ആംബിയൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആൾക്കാരൊക്കെ വന്നാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ തലയണയും ഒരു പുതപ്പും നമുക്ക് തരുമവർ, ഈ പാക്കേജിൽ അടങ്ങുന്നതാണ്. അതുപോലെ കമ്പിളി വേണമെങ്കിൽ അഡീഷണൽ 60 രൂപ ചാർജ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടുത്തെ രീതികൾ. നമ്മൾ ഡോർമെറ്ററി കൂടാതെ ഫാമിലി റൂം ഉണ്ട് കേട്ടോ, ഇതിന് 1000 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഇന്ന് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ നമുക്ക് മുത്തങ്ങലേക്ക് പോകാനുള്ളതാണ്. രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ, തൊട്ടടുത്ത് തന്നെയല്ലേ. ഇതൊരു വയനാട് ജംഗിൾ സഫാരിയുടെ പാക്കേജാണ് കേട്ടോ. ഇതിനകത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരം അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂറായപ്പോൾ തന്നെ ബസ്സെത്തി, ബസ്സിലേക്ക് കയറി. അപ്പോൾ ബസ്സിൽ കയറി ഇവിടെ നിന്ന് മുത്തങ്ങയിലോട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ആ സഫാരിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ബുക്കിംഗ് ചെയ്യാനും. ബുക്കിംഗ് ഓൾറെഡി നമുക്ക് ചെയ്തു, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് ക്യാഷ് അടച്ചിട്ട് നമുക്ക് അതിന് പോകണം. ഒരു 6:30 ഏകദേശം ആയപ്പോഴേക്കും ഞങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഫ്രണ്ടിൽ എത്തി കേട്ടോ, മുത്തങ്ങ. ഇവിടുന്ന് വേണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് അതിൻ്റെ കൗണ്ടർ തന്നെ ഭയങ്കര രസമാണ്, വേഴാമ്പലിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുത്തങ്ങയുടെ എക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അഡൽറ്റിന് 300, അഡൽറ്റ് ഫോറിനർ ആണെങ്കിൽ 600, ചൈൽഡ് ഇന്ത്യക്കാരനാണെങ്കിൽ 150, സ്റ്റുഡൻറ്റിന് കുറവാണ് കേട്ടോ. പിന്നെ ഇതാണ് പാക്കേജുകളും ബാക്കി ക്യാമറയ്ക്കുള്ള വീഡിയോ ക്യാമറയ്ക്കുള്ളതും ഡോർമെറ്ററി എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എൻട്രൻസ്. നമുക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട്, നിറയെ ബസ്സുണ്ട്. അപ്പോൾ മരത്തിൻ്റെ മുകളിലൊരു പുലി ഇരിപ്പുണ്ട് കേട്ടോ. ബസ്സിൽ ആദ്യം തന്നെ കയറി ഞാൻ സൈഡ് സീറ്റ് പിടിക്കും കേട്ടോ. ആൾക്കാരൊക്കെ ഫുള്ളായപ്പോഴേക്കും കേട്ടായി. അപ്പോൾ ഗായ്സ് ബസ് യാത്ര തുടങ്ങി, ഡ്രൈവറൊക്കെ എടുത്ത് വണ്ടി തുടങ്ങി. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ കോട്ടേഴ്സുകളാണ്. ഒരു സൈഡിലൂടെ കിട്ടിയ നല്ലതായിരുന്നു അല്ലേ, കുറച്ചൊരു ബിറ്റ് ഫ്രണ്ടിൽ പോയി മതി. കൈ പിടിച്ചോണ്ട് കയറിയിട്ടുണ്ട്. അതാ എനിക്ക് ജനലിൻ്റെ ആവശ്യമൊന്നുമില്ല. പോകുന്ന വഴിയുടെ ഇടയിൽ നിറയെ മോനുകളെ കാണാൻ പറ്റും അല്ലേ. കാട്ടുപോത്താണ്, കാട്ടുപോത്ത്. നമ്മളെ കണ്ടപ്പോൾ റോഡ് അകത്തേക്ക് പോയി കേട്ടോ. ഒരു 5-6 ഉണ്ട് വലുത്. മനോഹരമായ കാടുകളാണ്. അപ്പോൾ ബസ്സിലേക്ക് നിന്നും 2 വശങ്ങളിലായിട്ട് പിന്നെ പരന്ന് കിടക്കുകയാണ് കാട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തണുപ്പുകളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിരുന്നു കാഴ്ചകളൊക്കെ. നമ്മളിപ്പോൾ കാട്ടിൽ കൂടെ വന്നിട്ട് ഒരു മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചങ്ങല വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്ന ഗൈഡ് അത് അൺലോക്ക് ചെയ്യാൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു ഓഫീസൊക്കെ ഉണ്ട് പോലീസുകാരുടെ.
ആളുകളെല്ലാം ഇറങ്ങിയപ്പോൾ വണ്ടി പോയി. നമുക്കിനി മ്യൂസിയത്തിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ മ്യൂസിയം ഉണ്ട്. 9:30 ആകുമ്പോഴേ മ്യൂസിയം തുറക്കുള്ളൂ. ആ കയറ്റം കയറി എത്തുന്നതാണ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ സൈഡിലുള്ളൊരു കാടിൻ്റെ ഏരിയ ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ ആണ്. ഞാൻ ആ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അതുവരെ ഈ കാടിൻ്റെ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മ്യൂസിയം തുറന്നു. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി. കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ബേഡ്സ്, റെപ്റ്റൈൽസ്, അനിമൽസിൻ്റെ എല്ലാത്തിൻ്റെയും കുറേ വിവരണങ്ങളും ഇവിടെ നമ്മുടെ വയനാട് കാട്ടിലുള്ളതും മുത്തങ്ങയിലുള്ളതും എല്ലാത്തിനും വിവരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മെയിൻ സാധനമാണ് കേട്ടോ. അവിടെ കുറേ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. പുലിയുടെയൊക്കെ ഒറിജിനൽ തോലാണ് കേട്ടോ, അത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഫഷൻ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഫിൽറ്ററിങ് അല്ലേ, വെള്ളം ശുദ്ധീകരിക്കുന്നതാണോ അത്? പെട്ടെന്ന് മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. മുത്തങ്ങ ട്രിപ്പ് ഭയങ്കര വെർത്തായിരുന്നു. കാരണം ക്ലൈമറ്റ്, വൈൽഡ് ലൈഫ്, മൃഗങ്ങൾ, ഭയങ്കര രസമുള്ള ഡെസ്റ്റിനേഷൻ ആയിരുന്നു മുത്തങ്ങ. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവർ എടക്കൽ കേവ്സും ബാണാസുര ഡാമും പോകുമ്പോൾ ഇടയ്ക്ക് മുത്തങ്ങ വൈൽഡ് ലൈഫിനും കൂടെ വരാൻ ശ്രമിക്കുക. 300 രൂപയാണ്, അത് വെർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലൈമറ്റ് ആണല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ചുറ്റും കോടയാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പോകേണ്ടത് വയനാട്ടിൽ നിന്ന് തിരിച്ച് കണ്ണൂർക്കാണ്. കണ്ണൂരിലെ വീഡിയോയിൽ കാണാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.